ഗാസ യുദ്ധത്തിനെതിരെ ഇസ്രയേലിൽ വൻ പ്രക്ഷോഭം. ലക്ഷക്കണക്കിന് ജനങ്ങളാണ് തെരുവിലിറങ്ങിയത്. ഹമാസ് ബന്ദികളാക്കിയവരുടെ കുടുംബാംഗങ്ങൾ ദേശീയ പണിമുടക്കിനും ആഹ്വാനം ചെയ്തു. ഗാസ യുദ്ധം നീട്ടിക്കൊണ്ടു പോകുന്നതിലാണ് പ്രതിഷേധം വ്യാപിക്കുന്നത്. യുദ്ധം തുടങ്ങിയതിന് ശേഷമുള്ള ഏറ്റവും വലിയ സമരപരിപാടികൾക്കാണ് ഇന്നലെ രാത്രി ടെൽ അവീവ് സാക്ഷിയായത്. 5 ലക്ഷം പേരാണ് ഹോസ്റ്റേജസ് സ്ക്വയറിൽ നടന്ന പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുത്തതെന്ന് ബന്ദികളുടെ കുടുംബാംഗങ്ങളുടെ കൂട്ടായ്മ പറഞ്ഞു. രാജ്യവ്യാപകമായി 10 ലക്ഷത്തോളം പേർ പ്രതിഷേധ പരിപാടികളിൽ പങ്കെടുത്തു. ഇസ്രായേലിൽ പലയിടത്തായും സമരപരിപാടികൾ നടന്നു. പ്രക്ഷോഭകാരികൾ റോഡുകൾ ഉപരോധിച്ചു. ജെറുസലേം, ഹൈഫ, ബീർഷബ തുടങ്ങിയ നഗരങ്ങളിലാണ് പ്രതിഷേധക്കാർ റോഡ് ഉപരോധിച്ചത്. ഇവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഗാസ യുദ്ധം അടിയന്തരമായി അവസാനിപ്പിക്കണമെന്നും ബന്ദികളെ മോചിപ്പിക്കുന്നതിന് ധാരണയുണ്ടാക്കണമെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു. പ്രതിഷേധ പരിപാടികളെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു വിമർശിച്ചു. ഖത്തറിൽ വെള്ളിയാഴ്ച പ്രാർത്ഥനാ സമയം വാണിജ്യ വ്യവസായ സ്ഥാപനങ്ങൾ അടച്ചിടാൻ നിർദ്ദേശം. 1.5 മണിക്കൂർ സ്ഥാപനങ്ങൾ അടച്ചിടണം എന്നാണ് നിർദ്ദേശം. ഉത്തരവ് ഔദ്യോഗിക ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചു. ഖത്തർ വാണിജ്യ മന്ത്രാലയമാണ് ജുമാ സമയത്ത് വാണിജ്യ സ്ഥാപനങ്ങളുടെ പ്രവർത്തനത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയത്. ആദ്യ ബാങ്ക് മുതൽ 1 മണിക്കൂർ സമയമാണ് സ്ഥാപനങ്ങൾ അടച്ചിടേണ്ടത്. 12 വിഭാഗങ്ങളിലുള്ള അവശ്യ സേവനങ്ങൾക്ക് നിയന്ത്രണത്തിൽ ഇളവ് അനുവദിച്ചിട്ടുണ്ട്. ആശുപത്രികൾ, ഫാർമസികൾ, ഹോട്ടലുകൾ തുടങ്ങിയ സ്ഥാപനങ്ങൾക്ക് ഈ സമയത്തും പ്രവർത്തിക്കാം. പെട്രോൾ സ്റ്റേഷനുകൾ, ടെലികമ്മ്യൂണിക്കേഷൻ കമ്പനികൾ, വിമാനത്താവളങ്ങൾ, തുറമുഖം, കര അതിർത്തി എന്നിവിടങ്ങളിലെ വാണിജ്യ സ്ഥാപനങ്ങൾക്കും പ്രവർത്തിക്കുന്നതിന് തടസ്സമില്ല. വാണിജ്യ വ്യവസായ മന്ത്രി ഷെയ്ഖ് ഫൈസൽ ബിൻ താനി ബിൻ ഫൈസൽ അൽ താനിയാണ് ഇത് സംബന്ധിച്ച ഉത്തരവ് പുറപ്പെടുവിച്ചത്. അടുത്ത വെള്ളിയാഴ്ച പുതിയ നിയമം പ്രാബല്യത്തിൽ വരും. മധ്യവേനൽ അവധിക്ക് ശേഷം UAE സ്കൂളുകൾ ഈ മാസം 25-ന് തുറക്കും. സ്കൂൾ ജീവനക്കാർ ഇന്ന് സ്കൂളുകളിൽ എത്തി. 2 മാസം നീണ്ട അവധിക്ക് ശേഷമാണ് രാജ്യത്തെ വിദ്യാലയങ്ങൾ വീണ്ടും പ്രവർത്തനം തുടങ്ങുന്നത്. സ്വദേശങ്ങളിലേക്ക് അവധിക്ക് പോയ പ്രവാസി കുടുംബങ്ങൾ തിരിച്ചെത്തി തുടങ്ങിയിട്ടുണ്ട്. പല സ്കൂളുകളും അധ്യാപകർക്കായി പരിശീലന പരിപാടികളും ശില്പശാലകളും ഒരുക്കിയിട്ടുണ്ട്. രാജ്യത്തെ വിവിധ പോലീസ് സേനകളും സ്കൂൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങളിലാണ്. സ്കൂൾ തുറക്കുന്നതോടെ നിരത്തുകളിൽ വാഹന തിരക്ക് കൂടും. ഇത് നേരിടുന്നതിനും അപകടങ്ങൾ കുറയ്ക്കുന്നതിനുമാണ് പോലീസ് സേനകളും ശ്രമിക്കുന്നത്. NTV UAE to the world.